വരുന്ന ഇന്നലകളുടെ കഥ പറയുമ്പോ നീതി നിഷേധിക്കപ്പെട്ട പലസ്തീനിലെ മുസ്ലിമീങ്ങൾ ഇന്തിഫാദയിലൂടെ ഹമാസിലൂടെ ചെറുത്തു നിൽക്കുമ്പോ നീതി നിഷേധിക്കപ്പെടുന്ന ഒരു ജനത ലോകത്തിലുണ്ടാവുക. നീതി നിഷേധിക്കപ്പെട്ട അഫ്ഗാൻ ജനത യൂപ്പട്ടീസിന്റെ നദീതീരത്ത് പച്ച മത്സ്യത്തിന്റെ പരൽ മത്സ്യത്തിന്റെ വാലിൽ കടിച്ചു പിടിച്ചിട്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കേടുന്ന റോഹിംഗ്യ മുസ്ലിമീങ്ങളുടെ ലോകമോ ഒരു നേരത്തെ ഭക്ഷണത്തിന് ഗതിയില്ലാതെ ശ്രീലങ്കയിലും ബർമ്മയിലും വിറക് കമ്പുകൾ കൂട്ടുവച്ചിട്ട് കത്തിക്കരിച്ച് ചാമ്പലാക്കപ്പെട്ട ബർമ്മയിലെ ന്യൂനപക്ഷ മുസ്ലിമീങ്ങളുടെ ലോകം ഇതാ ന്യായാധിപന്മാര് നീതി നിർവഹിക്കാതിരിക്കുമ്പോ, ന്യായാധിപന്മാരുടെ കയ്യിൽ നിന്ന് നീതി നിഷേധിക്കപ്പെടുമ്പോ, ഇന്ന് ലോകത്ത് നീതി നിഷേധിക്കപ്പെട്ടവന്റെ ശബ്ദമാണ്, വേട്ടയാടപ്പെട്ടവന്റെ ശബ്ദമാണ്. അല്ലാഹുവേ അല്ലാഹുവേ, നീതിയുള്ള ഭരണാധികാരികള് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. ലോകത്തിന്റെ നീതിയുടെ പരിഹാരമായിരുന്ന ഉമറിനെ പോലെ റളിയല്ലാഹു അൻഹു, മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു ഖലീഫയായിരിക്കുമ്പോ, ഉമർ റളിയല്ലാഹു തആല അൻഹു ഖലീഫയായിരിക്കുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹു തമ്മിലൊരു തർക്കമുണ്ടായി. ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയാണ്, അംർ ഇബ്നു ആസ് സാധാരണക്കാരനായ പ്രജയാണ്. അവര് രണ്ടുപേരും കൂടി അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ തർക്കമെത്തി. രണ്ടുപേരും വാദിയും പതിയും ഹാജരായി. ഖലീഫയായ ഉമർ റളിയല്ലാഹു അൻഹു കടന്നു വന്നപ്പോ അബൂ മൂസ അശ്അരി റളിയല്ലാഹു തആല അൻഹു തന്റെ ഒരു വിരിപ്പെടുത്തിട്ട് വിരിച്ചിട്ട് അമീറുൽ മുഅ്മിനീനോട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ഈ വിരിപ്പിലിരുന്നാലും അബൂ മൂസ, നിന്നിൽ നിന്ന് ഞാൻ നീതി പരീക്ഷിക്കുന്നില്ല അബൂ മൂസ. ഞെട്ടിത്തെരിച്ചുപോയി അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു. എന്റെ അമീറുൽ മുഅ്മിനീൻ, വാദിയും പതിയും ന്യായാധിപന്റെ മുമ്പിൽ തുല്യരാണ്. നീ എന്തിനാണ് എനിക്ക് മാത്രം വിരിപ്പ് വിരിച്ചത്? നീ എന്തിനാണ് എന്നെ മാത്രം ഇരുത്തിയത്? എന്തിനാണ് നീ എന്നെ അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിച്ചത്? നിനക്ക് ഖലീഫയെ പേടിയായത് കൊണ്ടല്ലേ നീ അംർ ഇബ്നു ആസിന് നീതി നിഷേധിക്കുന്നവനാണെന്ന്. തന്നോട് സ്വജനപക്ഷപാതിത്വം കാണിച്ച, ആശ്രിത വാത്സല്യം കാണിച്ച അബൂ മൂസ അശ്അരിയെ ന്യായാധിപ സ്ഥാനത്ത് നിന്ന് പിരിച്ചുവിടാൻ തീരുമാനിച്ച അമീറുൽ മുഅ്മിനീൻ ഉമർ എവിടെ? അമീറുൽ മുഅ്മിനീൻ ഉമർ എവിടെ? പൊന്നുമോൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ വന്നിട്ട്, ഉപ്പാ എനിക്ക് ധരിക്കാനൊരു ഉടുപ്പില്ലെന്ന് പറഞ്ഞപ്പോ മഹാനായ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹുവിനോട് അബൂ മൂസക്കൊരു കത്തെഴുതി. അബൂ മൂസ, ഈ കത്തുമായി വരുന്നത് എന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമറാണ്. അവനൊരു കുപ്പായം വാങ്ങാൻ 10 ദിർഹം ഖജനാവിൽ നിന്ന് കൊടുക്കണേ. 1 മാസത്തിനുള്ളിൽ ഞാനത് തിരിച്ചടച്ചു കൊള്ളാം. ഉമറിന്റെ കത്ത് വന്നു. ഉമറിന്റെ കത്ത് വന്നു. ആധുനിക ലോകത്തിന്റെ ചില സംഭവ വികാസത്തിന്റെ ഇടയിൽ വെക്കുന്ന ഓർക്കൽ നല്ലതായിരിക്കും. അബൂ മൂസ അശ്അരി കത്ത് വായിച്ചു. ഉടനെ തിരിച്ചെഴുതി, ഖലീഫ, ഖജനാവിൽ നിന്ന് 10 ദീനാറ് കൊടുക്കാൻ നിർവാഹമില്ല. എന്തെന്നറിയുമോ? ഒന്ന് കടം കൊടുക്കരുതെന്ന് നിങ്ങൾ തന്നെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത് 1 മാസം കഴിയുമ്പോ തിരിച്ചടയ്ക്കാന്നാണ് നിങ്ങൾ എഴുതിയത്. 1 മാസം വരെ ജീവിച്ചിരിക്കുമെന്ന് ഉമറേ നിനക്കെന്താണ് ഉറപ്പുള്ളത്? എന്താ ചോദ്യം? എന്താ ചോദ്യം? 5 പോയ പള്ളി ഏതെന്നല്ല ചോദ്യം. ചോദ്യമേതെന്നറിയുമോ? അബൂ മൂസ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് വില്ലേജ് ഓഫീസർ തിരിച്ചെടുത്തതാണ്. മുഖ്യമന്ത്രിയുടെ ഒപ്പിട്ട കത്ത് വന്ന് വില്ലേജ് ഓഫീസറിന് ചെയ്തു കൊടുക്കണം. തിരിച്ചെഴുതി 10 ദീനാറ് കൊടുക്കാൻ കഴിവില്ല. കാരണം എന്തെന്നറിയോ? 1 മാസം വരെ നിങ്ങൾ ജീവിച്ചിരിക്കുമെന്ന് ഉറപ്പാണുള്ളത്. അതുകൊണ്ട് ഇതിന് നിർവാഹമില്ലെന്ന് എഴുതി കൊടുത്തു മഹാനായ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു. കാരണം അവർക്കറിയാം, നാളെ പരലോകത്ത് ചെല്ലുമ്പോ അല്ലാഹു പൊട്ടിത്തകരുന്ന ഈ പ്രപഞ്ചത്തിന് ശേഷം നാളെ മഹിഷറ ഹാജരാകുമ്പോ അവിടെ കോടാനുകോടി ജനങ്ങളുടെ തണലിന് വേണ്ടി യാചിക്കുമ്പോ അന്ന് അല്ലാഹു തണൽ കൊടുക്കുന്ന ആദ്യത്തെ വിഭാഗം ഇമാമുല്ലഹു അദലുൻ വമൻ ഫീ ഇബാദതി നസാബിതു ഖാലില്ലാഹി ലാ ബിളലാലി. നീതിമാനായ ഭരണാധികാരിക്കാണ്. ആ നീതിമാനായ ഭരണാധികാരിയാവാൻ മഹാനായ അബുൽ ഹസൻ അലി അന്നദ്വി മഹാനവറുകളുടെ അടുക്കലേക്ക് വന്നു. ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി
ഇന്ദിരാഗാന്ധി അബുൽ ഹസൻ അശ്ശരി മഹാനവറുകളോട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് ഫലപ്രദമാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആരാ പറഞ്ഞത്? ഇന്ദിരാഗാന്ധി. ആരാ ഇന്ദിരാഗാന്ധി? ഇന്ത്യ കണ്ട ഉരുക്കു പ്രധാനമന്ത്രി, നെഹ്റുവിനേക്കാൾ വലിയ പ്രതിരോധം കാഴ്ചവെച്ച, ഇന്ത്യ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഏക പെണ്ണ് ഇന്ദിരാഗാന്ധിയാണ് പ്രഖ്യാപിച്ചത്, ആണല്ല. ആ ഇന്ദിരാഗാന്ധി അബുൽ ഹസൻ അലി നദ്വി അദ്ദേഹമാണ് ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ ഇടയിൽ തീവ്രവാദ ചിന്തയുണ്ടാക്കിയെന്ന് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞന് അവാർഡ് കൊടുക്കും. അടുത്ത സമയം ആരാന്ന് എനിക്കൊരു വിഷയമൊന്നുമല്ല, ചില കാര്യങ്ങൾ പറയുന്ന കാര്യത്തിൽ ആര് വലവുക്കാന ആരും അവനും അതൊന്നൊരു വിഷയമല്ല. അബുൽ ഹസൻ അലി നദ്വിയുടെ പുസ്തകങ്ങളാണ് തീവ്രവാദ ചിന്താഗതി ഉണ്ടാക്കിയത് എന്ന് എഴുതി വെച്ച ആ ബുദ്ധിരാക്ഷസനെ ഒന്നര അഗ്നീകരിക്കണം. ഞാൻ മാതൃഭൂമിയിലാണ് ലേഖനം എഴുതിയിരുന്നു. തരീക്കത്തിന്റെ ഷെയ്ഖാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന് ഇന്ദിരാഗാന്ധി വീട്ടിൽ വന്നു. നമ്മളാണെങ്കിലോ പഞ്ചായത്ത് മെമ്പർ വീട്ടിൽ തന്ന അവനവന്റെ വീട്ടില് വഴി വെട്ടിത്തെളിച്ചിട്ട് തോരണം കെട്ടൻ ആളുകളാണ് നമ്മൾ. ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്റെ അടുക്കലേക്ക് തന്റെ ദറസിലോട്ട് കടന്നു വന്നപ്പോ മൗലാന അബുൽ ഹസൻ അലി നദ്വി ആരാ മനുഷ്യനറിയോ? ദുബൈ ഭരിക്കുന്ന ഷെയ്ഖ് മുഹമ്മദിന്റെ മുമ്പിൽ ഒബാമ പോലും ഇരിക്കില്ലെന്ന് എഴുന്നേറ്റ് വെക്കും. അത്രയ്ക്ക് കർക്കശക്കാരനാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ മക്തൂം. അള്ളാഹു ആഫിയത്തും ആരോഗ്യം കൊടുക്കട്ടെ. ആമീൻ പറ മനുഷ്യന്മാരെ. അങ്ങോട്ട് വിസ കിട്ടാനാണ് 30 ആമീൻ പറയും. ഭരണാധികാരിക്ക് ആഫിയത്തിനും അങ്ങോട്ട് വിസ കിട്ടാനാണെങ്കിൽ എന്താ ആമീന് നേർച്ചയും. എത്ര ലാളിത്യമുള്ള ഭരണാധികാരി. അദ്ദേഹത്തിന്റെ ജബീൽ പാലസിൽ ഡിന്നറിന് പോയ ആളാണ് ഞാൻ. ഷെയ്ഖ് മുഹമ്മദ് എന്ന് പറയുന്ന ദുബൈയുടെ കർക്കശക്കാരനായ ഭരണാധികാരിയെ, ബറാക്ക് ഹുസൈൻ ഒബാമ പോലും മുട്ടുകൊണ്ട് വിറക്കുന്ന ഭരണാധികാരിയെ കാണാൻ പേടിച്ച് അദ്ദേഹത്തിന്റെ ജബീൽ പാലസിൽ പോയപ്പോ മഗ്‌രിബിന് ബാങ്ക് വിളിച്ചു. നോമ്പിലാണ്, കഴിഞ്ഞ റമദാൻ അതിഥിയായി പോകുമ്പോ നോമ്പ് തുറക്കുന്ന സദസ്സിലേക്ക് അദ്ദേഹം ഒരു സാധാരണക്കാരനെ പോലെ നടന്നു വന്നു. പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോ പാചകക്കാരന് കൈകൊടുത്ത് പള്ളി തൂത്ത് വൃത്തിയാക്കുന്നവൻ ഓടി വന്ന് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് മുസാഫഹത്ത് ചെയ്തു. പള്ളി തൂത്തോണ്ടിരിക്കുന്നവനെ തന്നെ നെഞ്ചോട് ചേർത്ത് നിർത്തിയിട്ട് ഒരു അസ്പഷ്ടതയില്ലാതെ ദുബൈയുടെ ഭരണാധികാരി ഒട്ടിച്ചേർന്ന് നിൽക്കുന്നത് കണ്ടപ്പോ നമ്മുടെ നാട്ടിലെ ചില ആളുകളെ ചിന്തിച്ചു പോയി. വെള്ളിയാഴ്ച പോയ പള്ളി തൂക്കണവനെ കണ്ട പ്രാവിന്റെ കാട്ടെടുത്ത് മറ്റത്. ആ മനുഷ്യൻ അത്രയ്ക്ക് വലിയ ആളാണ്. ലാളിത്യത്തിന്റെ പ്രതീകമാണ്. അള്ളാഹു ആഫിയത്തും ആരോഗ്യവും കൊടുക്കട്ടെ. അള്ളാഹു ആഫിയത്തും ആരോഗ്യവും കൊടുക്കട്ടെ. ഇത്ര സാധാരണക്കാരനായ ഒരു ഭരണാധികാരി അദ്ദേഹത്തിന്റെ മുമ്പിൽ ഇരുന്ന് പ്രസംഗിച്ച ഒരേ ഒരാളേ ഉള്ളൂ, അബുൽ ഹസൻ അലി നദ്വി. ഷെയ്ഖ് മുഹമ്മദ് പോലെ എഴുന്നേറ്റ് നിന്നാണ്. ഇന്ദിരാഗാന്ധി വന്നു, എന്നിട്ട് പറഞ്ഞു, അബുൽ ഹസൻ അലി നദ്വിയോട് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. അല്ലമാ നദ്വിയുടെ മറുപടി, എല്ലാ രാത്രിയിലും തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞ് നീതിമാന്മാരായ ഭരണാധികാരികൾക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യാറുണ്ട്. മിസ്സസ് ഇന്ദിരാഗാന്ധി, നിങ്ങൾ ഇന്ത്യ നീതിയോടെ ഭരിക്കുക, നിങ്ങൾ നീതിമാനായ ഭരണാധികാരിയാവുക, എന്നാൽ എന്റെ ദുആയിൽ നിങ്ങൾ ഉൾപ്പെടുമെന്ന് മറുപടി പറഞ്ഞു അല്ലമാ അബുൽ ഹസൻ അലി നദ്വി. അതാ കുട്ടി, ഞാൻ എല്ലാ തഹജ്ജുദിന് ശേഷം ദുആ ചെയ്യുന്നുണ്ട്. നിങ്ങൾ നീതിമാനായ ഭരണാധികാരിയാൽ എന്റെ ദുആയിൽ നിങ്ങൾ പെട്ടു. ഇല്ല, നിങ്ങൾക്ക് വേണ്ടി പ്രത്യേക ദുആയില്ല. അവർക്കറിയാം നാളെ സ്വർഗത്തിൽ പരലോകത്തിന്റെ തണൽ ആദ്യം കിട്ടുന്നത് തഹജ്ജുദ് നിസ്കരിച്ചവനല്ല, ഇമാമുൻ ലഹു അദ്ലുൻ വമൻ ഫി ഇബാദത്തി, നീതിമാനായ ഭരണാധികാരികൾക്കാണ്. ഭരണാധികാരികളിൽ നിന്ന് നീതി എന്ന് ഉയർത്തപ്പെടുന്നുവോ എന്ന് ലോകാവസാനം കാണേണ്ടി വരും. അള്ളാഹു കാക്കട്ടെ. ഭരണാധികാരികൾ നീതിമാന്മാരാകണം. വട്ടാപ്പകലും റെയിൽവേ പാളത്തിലും മലത്തിക്കടത്തി മാനഭംഗം ചെയ്ത പെണ്ണിന്റെ ഘാതകനോട് അവളെ മാനഭംഗം ചെയ്ത പുരുഷന്റെ ലിംഗത്തിന്റെ ആഗ്രഹത്തിന്റെ പോരല് നോക്കി അവനെ ശിക്ഷ വിധിക്കുന്ന നീതിപീഠത്തിന്റെ മുകളിൽ എന്താണ് ഇനി പറയാനുള്ളത്? ഇദാ റുഫിഅൽ അദ്ലു മിനൽ ഹുക്കാം, ഭരണാധികാരികളുടെ കയ്യിൽ നിന്ന് നീതി ഉയർത്തപ്പെട്ടാൽ, പടച്ചവനെ അല്ലാഹുവേ, ഈ വിനീതന്റെ പ്രഭാഷണത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്ന സാസ്ക്രിയേഷൻ നീ ആ സഹോദരങ്ങളെ കാക്കണേ അല്ലാ, കാക്കണേ അല്ലാ.